എറണാകുളം ലോക്സഭാ മണ്ഡലം ഹൃദയത്തിൽ ഹൈബീഡൻ സഖാവ് കെ ജെ ഷൈൻ. ഷൈൻ ടീച്ചർ ഇപ്പോ ഷൈൻ ടീച്ചറിന്റെ കാര്യമാണ്. ഷൈൻ ടീച്ചർ തിളങ്ങും എറണാകുളത്ത്. ഷൈനിങ് ഭയങ്കരമായിരിക്കും പ്രാവശ്യം. മുതിർന്ന പല പാർട്ടിക്കാരും വന്നിട്ടും ഹൈബിക്ക് മുന്നിൽ തോറ്റുപോയിരുന്നു. അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം വേറെയായിരുന്നു. ആ രാഷ്ട്രീയ സാഹചര്യം ഇന്നില്ല. 20 സീറ്റിലും ഈ പ്രാവശ്യം LDF വലിയ വിജയപ്രതീക്ഷയാണ്. 20 മണ്ഡലത്തിലും ഷൈൻ ചെയ്യുന്നതാണ് പറയുന്നത്. അങ്ങനെയാണോ? നോക്കാം. രാജീവ് മത്സരിച്ചിട്ട് ഇവിടെ ഷൈൻ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പിന്നെ അതിലെ ഒരു യാഥാർത്ഥ്യ പേര് വെച്ചുള്ള ഒരു പ്രാസമായിട്ടുള്ളൊരു സംസാരം മാത്രമാണ് ആ പറഞ്ഞത്. ഈ ചുവന്ന ഓടി കൊണ്ട് കയറിയാണോ ഇങ്ങോട്ട്? അല്ലല്ല, തെറ്റിദ്ധരിച്ചു പോയാ പെട്ടെന്ന്? ചുമപ്പ് ഓടി അത് RSPയുടെ ഓടിയാ. സാധനം കയ്യിലല്ല. സാധനം എങ്ങനെ കയ്യിൽ പിടിക്കുന്നതാണോ? എന്തും വേണമല്ലോ, ചാറ്റ കൊടുക്കാനും പിടിക്കാനും എല്ലാത്തിനും ഇത് വേണമല്ലോ. വേണം. അപ്പൊ അത് അതിന് തന്നെയാണ്. അപ്പൊ അത് വന്നാലേ വികസനമുള്ളൂ. അതുള്ളൂ എന്റെ വിശ്വാസം കേട്ടാ. അത് പ്രദർശിപ്പിച്ച പിന്നെ അതിന്റെ രഹസ്യ സ്വഭാവം പോയില്ലേ. കൊച്ചി ചുമക്കാൻ ചാൻസ് ഇല്ല. ഭയങ്കര കളവെല്ലായിടത്തിനും മക്കളും മരുമകനും മോളും ഭാര്യയും എല്ലാം കളവെടുത്തിന്. പിന്നെ ഇനി എന്ത് പറയാൻ അതിനെ പറ്റിയൊക്കെ നല്ല അന്തസ് പറഞ്ഞു. മോദി ആണെങ്കിൽ ഇന്ത്യ കംപ്ലീറ്റ് വിൽക്കണാണ്. 6 ലക്ഷം കോടിക്കൊക്കെ ഇടപാട് ചെയ്തിട്ട് ഇപ്പൊ പൊളിഞ്ഞ്. എന്ത് പറയാനൊക്കെ വിൽക്കാത്തയും കക്കാത്തയും ആരെങ്കിലും ഉണ്ടെന്നാണോ പറയുന്നത്? കുറവാണ്. അപ്പൊ നോട്ടൊക്കെയാണോ കുത്താൻ പോകുന്നത്? അങ്ങനല്ല, ചിലപ്പോ ചെയ്യൂലെന്ന് വിചാരിച്ചിങ്ങനെ ഇരിക്കുന്ന മനസ്സിൽ. ചേട്ടാ എന്തുണ്ട്? നല്ലതല്ലേ. വോട്ട് ചെയ്യണ്ടേ? വോട്ടിനെ കുറിച്ച് ആലോചിക്കണമല്ലോ. അതെന്താ? കണ്ടൊരാൾ പറഞ്ഞോണ്ടേ ഞാൻ മേലെടുത്ത എനിക്ക് കൊള്ളാം. ജനാധിപത്യത്തിൽ വിശ്വാസമില്ലെന്ന് പറഞ്ഞത്. ഇത് മീൻ ഇവിടെ കുഴിച്ചു മൂടിയിരിക്കുക. ഒരു ജനാധിപത്യത്തിൽ തന്നെ കുഴിച്ചു മൂടുവോ എല്ലാവരും കൂടെ വോട്ട് ചെയ്യാതെ? കൊച്ചിക്ക് ഉണർവ് ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തൊഴിൽ മേഖലയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ കോൺഗ്രസ് വന്നാൽ തൊഴിൽ മേഖല പ്രവർത്തനം കൂടുതലായി ഉണ്ടാകും. ഇടതുപക്ഷം വന്നു കഴിഞ്ഞാൽ തൊഴിൽ മേഖലയിൽ പ്രവർത്തനം ഉള്ളതൊക്കെ എല്ലാം നശിക്കുന്നുള്ളൂ. തൊഴിലാളി വർഗ പാർട്ടിയാണ്. തൊഴിലാളി വർഗ പാർട്ടിയാണ്. പക്ഷേ അത് അവരുടെ വർഗമാണ്, അവരുടെ പോക്കറ്റ് വീഴാനാണ് അവർ കൂടുതൽ ശ്രമിക്കുന്നത്. വിരോധാഭാസമാണല്ലോ. അങ്ങനെയാണോ? അങ്ങനെ തന്നെയാണ്. ആൾക്കൂട്ടൊക്കെ ചോർന്നു പോവുകയാണല്ലോ. ചോർന്നു പോയിട്ടും കോൺഗ്രസ് ഉണ്ടല്ലോ. നമ്മളിപ്പോ കടലിലെ വെള്ളം എത്ര പറ്റിയാലും കടലിൽ തന്നെ ഉണ്ടാവും. കോൺഗ്രസ് ഉണ്ടാവും. അത് ലോകാവസാനം വരെ കോൺഗ്രസ് ഉണ്ടാവും. ഇതെന്താ ഇപ്പൊ ചായ ചീനവല എന്നൊക്കെ പറയുന്ന പോലെ ഹൈബി എന്തോ ഒരു ശീലമാണോ എറണാകുളത്തിൽ? പെൺകുട്ടികളെ ചെയ്യണ ഹൈബിക്കേ ചെയ്യുള്ളൂ. അതാണ് പ്രശ്നം. പെൺകുട്ടികളാണ് ഇവിടുത്തെ വോട്ട് മറിക്കണത്. അല്ലെങ്കിലും വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് സ്ത്രീകൾ തന്നെയാണ് അല്ലേ? അതെ 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 അതെ. ചേട്ടാ ആരെയാലും പോലെ തായ്വേര് ഉറപ്പിച്ചോ BJP? ഒരു സംശയമില്ല. ജനങ്ങൾക്ക് ആർക്കും സംശയമില്ല. ഇവിടെ ഒരു വേരെങ്കിലും ഇറക്കുവോ? ഒന്നല്ല, മോഡിജി പറഞ്ഞല്ല, ഡബിൾ ജി. നമുക്ക് നോക്കാം. നോക്കാം.